തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ ദുരൂഹതയേറുന്നു. കുഞ്ഞിന്റെ മരണം ആന്തരിക രക്തസ്രാവം മൂലമെന്നാണ് പ്രാഥമികമായ നിഗമനം. എന്നാൽ രക്തസ്രാവം എങ്ങനെ ഉണ്ടായി എന്നത് ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. കഴിഞ്ഞ ദിവസം കുഞ്ഞിന്റെ മാതാപിതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, ഈ ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ഈ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ്. എന്തായാലും മാതാപിതാക്കളെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു, വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ളതാണ്. തീർച്ചയായും രാഖി, നെയ്യാറ്റിൻകരയിലാണ് ഒരു വയസ്സുകാരൻ ഇഹാന്റെ മരണം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവിച്ചത്. കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പരിശോധനകളിൽ ഈ കുഞ്ഞിന്റെ ആന്തരിക രക്തസ്രാവം ആണ് മരണ കാരണമെന്ന് തെളിയുകയും ചെയ്തു. ഈ ഒരു കണ്ടെത്തലിന്റെയും ഈ ഒരു പ്രാഥമിക നിഗമനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് കേന്ദ്രീകരിച്ചുള്ള കുഞ്ഞിന്റെ മരണം സംബന്ധിച്ചുള്ള ദുരൂഹത തെളിയിക്കുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചത്. മാതാപിതാക്കളെ 2 തവണ ചോദ്യം ചെയ്തു. വീണ്ടും ചോദ്യം ചെയ്യുവാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. കുഞ്ഞിന് എങ്ങനെയാണ് ഇത്തരത്തിൽ വയറിന് ക്ഷതമേറ്റതും അത് ആന്തരിക രക്തസ്രാവത്തിലേക്ക് എത്തിയതെന്നതിന്റെ കാരണം കൃത്യമായി തന്നെ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന് അതുപോലെ തന്നെ കയ്യിലും ചില പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 ആഴ്ചയോളം പഴക്കമുള്ള കയ്യിൽ പൊട്ടൽ ഉണ്ടായിരുന്നു. ആ പൊട്ടലിന് 3 ആഴ്ചയോളമുള്ള പഴക്കമാണ് ഉണ്ടായത്. ഇത് അറിഞ്ഞിരുന്നില്ല. ഇത് മാതാപിതാക്കൾ എന്തുകൊണ്ടാണ് അറിയാതിരുന്നതെന്നുള്ള ചോദ്യങ്ങളടക്കം അന്വേഷണ സംഘം ഉന്നയിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കുഞ്ഞിന് ബിസ്ക്കറ്റും മുന്തിരിയും ഒക്കെ കഴിച്ചതിന് ശേഷം, പിതാവ് നൽകിയ ബിസ്ക്കറ്റും മുന്തിരിയും ഒക്കെ കഴിച്ചതിന് ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തുടർന്ന് കുഴഞ്ഞു വീണതിനെ തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ എത്തിക്കുകയും വായിൽ നിന്ന് നുരയും പതയും ഒക്കെ വന്നാണ് കുഞ്ഞ് മരണപ്പെട്ടത്. കുഞ്ഞ് ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടായ മാറ്റം ഇത് കൊലപാതകമാണോ, അത്തരത്തിലുള്ള സംശയങ്ങളടക്കം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ മരണത്തിൽ നിൽക്കുന്ന ദുരൂഹത തെളിയിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണത്തിലാണ് ദുരൂഹത ഏറുന്നത്.